അല്ല നമസ്കാരം. നമ്മളിന്ന് ഒരു ഒരു അഡ്വർടൈസ്മെൻറ്റ് എങ്ങനെ ഒരു ചെയ്തു വെക്കാം, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം, എങ്ങനെ മാർക്കറ്റ് ചെയ്യാം, എങ്ങനെ അത് പബ്ലിഷ് ചെയ്യാം. അത് നമുക്ക് അത് ഇതുപോലൊരു അഡ്വർടൈസ്മെൻറ്റ് ഞാൻ കണ്ടിട്ടില്ല മുമ്പൊന്നും. ഇത്രയും മനോഹരമായ ഒരു അഡ്വർടൈസ്മെൻറ്റ്. നമ്മൾ മോഹൻലാലിനെ കുറിച്ച് ഇനി അദ്ദേഹത്തിൻ്റെ ആക്ടിങ്ങിനെ കുറിച്ചോ നമ്മൾ കൂടുതൽ പറയേണ്ട കാര്യമില്ല. ഒഴിഞ്ഞു കിടക്കാത്തൊരു കലവറയാണ് അദ്ദേഹത്തിൻ്റെ ആക്ടിങ്. കാരണം ഓരോ ദിവസവും നമ്മളെ ഞെട്ടിക്കുകയാണ്. ഓരോ ദിവസവും ഇപ്പം കാണാൻ പോകുന്നൊരു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അഡ്വർടൈസ്മെൻറ്റ് എന്താ ഒരു സ്ത്രീ സങ്കല്പമായി മാറിയേക്കുന്നൊരു ജസ്റ്റ് ഒരു ചിരിയിൽ നിന്ന് ജസ്റ്റ് എ സ്മൈൽ ടു ചേഞ്ച് എ മാൻ ടു വുമൻ. വാട്ട് ആൻ ആക്ടിങ്! എന്തൊരു ആക്ടിങ് ആണ്! നമുക്ക് ആ അഡ്വർടൈസ്മെൻറ്റ് ഒന്ന് കണ്ടുപോകാം. എന്തല്ലേ ആ ചേഞ്ചൊക്കെ നോക്കുന്നു. ആ മുഖത്തിൻ്റെ ആ ഭാവ വ്യത്യാസം, ജസ്റ്റ് താടി ഉണ്ടെങ്കിൽ പോലും നമ്മളത് ഇരുന്ന് കണ്ടുപോകും. പരസ്യത്തേക്കാൾ കൂടുതൽ, പരസ്യത്തിൻ്റെ കൺസെപ്റ്റിനേക്കാൾ കൂടുതൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ മുഖത്തിൻ്റെ സൗന്ദര്യവും ആ ചേഞ്ചുകളും അത്രയും മനോഹരമായിട്ട് അഡ്വർടൈസ്മെന്റ്. പ്രകാശ് വർമ്മ നമ്മൾ പറഞ്ഞ ആളല്ല. പ്രകാശ് വർമ്മ അത് യഥാർത്ഥ സ്വഭാവം യൂസിങ് ഹിസ് എബിലിറ്റി, ഹിസ് എനർജി, ഹിസ് ഫുൾ. എന്താ പറയാൻ, നമുക്ക് വാക്കുകളില്ലാത്ത തരത്തിൽ അത് അഭിനയിച്ചു വെച്ചിരിക്കും. എന്താ ഒരു അഡ്വർടൈസ്മെന്റ്! ഇത് വൈറലാവാതിരിക്കത്തില്ല, വൈറലായി കഴിഞ്ഞിരിക്കുന്നു. അത്രയും മനോഹരമായി അദ്ദേഹത്തിൻ്റെ ആക്ടിങ്, ഒരു ജ്വല്ലറിക്ക് വേണ്ടി ഒരു അഭിനയത്തിലൂടെ മാൻ ടു വുമൺ. ചെറിയൊരു സ്മൈൽ കൊണ്ട് ചേഞ്ച് വരുത്തിയ മോഹൻലാൽ തന്നെയാണ് ഇവിടുത്തെ ഹീറോ. ഇത് ചെയ്തിരിക്കുന്ന വിസ്മര ജൂലേഴ്സ് എന്ന് പറയുന്ന ഒരു ജൂലേഴ്സിന് വേണ്ടി പ്രകാശ് വർമ്മ, നമ്മുടെ തുടരും ഫ്രെയിം, അദ്ദേഹം ഒരു ആർട്ട് ക്രിയേറ്ററാണ്. അദ്ദേഹം ചെയ്തു വച്ചിരിക്കുന്ന ഒരു ബ്രില്യൻറ്റ് അഡ്വർടൈസ്മെൻ്റാണ്. ഈ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ചെയ്തു വച്ചിരിക്കുന്നതും അദ്ദേഹം മോഹൻലാലിൻ്റെ ആ ഒരു ഫിയർലെസ് ആറ്റിറ്റ്യൂഡ്. കാരണം ഇങ്ങനെ ഒരു ചെയ്ത് കഴിഞ്ഞാൽ അതിന് ട്രോൾ ഉണ്ടാവാം, അത് ചിലപ്പോൾ വിജയിക്കാം, വീണ്ടും തന്നെ പഴയ രീതിയിലേക്ക് ട്രോൾ അല്ലെങ്കിൽ താൻ പരാജയപ്പെട്ടു, തന്നെ യൂസ് ചെയ്തു എന്ന രീതിയിലൊക്കെ വരാം എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. അതിലും ഉപരി അദ്ദേഹം എന്ന് ചിന്തിക്കാതെ തൻ്റെ കരിയറാണ്, തൻ്റെ ആക്ടിങ്ങാണ്, അത് ആക്ടിങ്ങായി തന്നെ ചെയ്ത് ഫലിപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹം. നമുക്കത് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. വീണ്ടും വീണ്ടും കണ്ടവർ എത്ര പേരുണ്ട്? നിങ്ങൾ കമൻറ്റ് ചെയ്യും. കാണാത്തവരാരും കാണത്തില്ല. കാരണം പക്ഷേ ഇതിൻ്റെ ഇടയിലും കുറേ ആൾക്കാർ മോഹൻലാലിനെ ചതിച്ചു, മോഹൻലാലിനെ വീണ്ടും പഴയ രീതിയിലേക്ക് കൊണ്ടുവരുന്നോ, മോഹൻലാലിനെ യൂസ് ചെയ്യുന്നോ പ്രകാശ് വർമ്മ, ആരെങ്കിലും ചെയ്യുന്ന രീതിയാണോ ഇതൊക്കെ എന്ന് പറഞ്ഞ കുറേ ആൾമാർ കമൻറ്റ് ഇട്ടുണ്ട്. ഞാൻ ഇതൊന്ന് വായിച്ചു നോക്കുക. ഇതൊക്കെ ഇട്ടുന്നില്ലേ? എങ്ങനെ ഞാൻ ഇനി മോഹൻലാലിനെ യൂസ് ചെയ്ത് എന്ത് തെമ്മാടിത്തരമാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന തരത്തിലേക്കുള്ള കമൻറ്റുകൾ, പോസ്റ്റുകൾ നമ്മൾ വൈറലാവുന്നു. പക്ഷേ ഇതിനെ അഭിനന്ദിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ രംഗത്തെത്തിയിട്ടുണ്ട്. ഇത് ആ ജൂലൈസിന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ചൊരു അഡ്വർടൈസ്മെൻറ്റ്, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ചൊരു അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. എനിക്കത് വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്നു. വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്നവർ ജസ്റ്റ് കമൻറ്റ്, കണ്ടവർ കമൻറ്റ്. സമയം കഴിഞ്ഞാലും, എത്രയൊക്കെ തോൽവികൾ കഴിഞ്ഞാലും, എത്രയൊക്കെ പരാജയങ്ങൾ നേരിട്ടാലും അദ്ദേഹത്തിൻ്റെ കഴിവുകൾക്ക് ഒരു കുറവും വരുന്നില്ല എന്ന് ജസ്റ്റ് ഒരു അഡ്വർടൈസ്മെൻ്റ് ഉണ്ട്. പടമല്ല, സിനിമയല്ല, ഫുൾ നീളം സിനിമയല്ല, ജസ്റ്റ് ഒരു അഡ്വർടൈസ്മെൻ്റ് കൊണ്ട് നമ്മളെ ഷോക്കേസ് ചെയ്തു പോകുന്ന ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടത്. എന്താ പറയാൻ, നമുക്ക് വാക്കുകളില്ലാത്ത തരത്തിലേക്ക് അത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും കാണുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇനിയും നമ്മൾ വരുന്നതാണ് റിയാക്ഷനുമായി. ഓക്കെ.